ദാവീദിന്റെ വംശത്തിൽ പിറന്നവനെങ്കിലും ഇല്ലായ്മയും ദാരിദ്ര്യവും നന്നായി അറിഞ്ഞവനായിരുന്നു യോസേഫ് പിതാവ്. എങ്കിലും സമ്പത്തിനു വേണ്ടിയുള്ള ആർത്തിയോ നെട്ടോട്ടമോ ആ ജീവിതത്തിൽ കാണുന്നില്ല. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ശാന്തമായി ജീവിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കി. ഒന്നിനും ഒരു കുറവുമില്ലാതെ നസ്രത്തിലെ തിരുക്കുടുംബത്തെ പരിപാലിച്ചു. മുത്തിയൂട്ട് എന്നൊരു ആചാരം നിലനിൽക്കുന്നത് യോസേഫ് പിതാവിന്റെ പേരിലാണ്. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും വേദനയും അലച്ചിലുകളും യോസേഫ് പിതാവിന് നന്നായി മനസ്സിലാകും. ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ദരിദ്രരോട് കാണിക്കുന്ന അനുകമ്പയും പങ്കുവയ്ക്കലുകളും യോസേഫ് പിതാവിന് പ്രീതികരമാണ്. മാർ യോസേപ്പിനോട് പ്രാർത്ഥിക്കാം. ഈ 4-ാം ദിവസവും നമ്മുടെ നിയോഗങ്ങളെ വിശുദ്ധ യോസേഫ് പിതാവിന്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മഹത്വമേറിയ മാർ യോസേപ്പേ, ഈശോ മിശിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ. മഹത്വമേറിയ മാർ യോസേപ്പേ, ഈശോ മിശിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ. മഹത്വമേറിയ മാർ യോസേപ്പേ, ഈശോ മിശിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിച്ചു തരികയും ചെയ്യണമേ.